പകല് മുഴുവൻ നോമ്പാന്ന് പറഞ്ഞ് പട്ടിണി കിടക്കാം. മോന്തിയാവുമ്പോ ഞാൻ എൻ്റെ ഒരു ദോസ്തനെ കണ്ട് സംസാരിച്ച് തിരിച്ചു വരുമ്പോഴേക്കും ജമാൽ ദോസ്തനെ കാണാനില്ല. ഞാൻ കുറെ കാത്തുനിന്നു. ഞാനും ഉണ്ടാവും നോമ്പോർക്കാൻ. എന്താ പ്രശ്നം? അല്ല ഇതൊക്കെ കുട്ടികൾക്ക് കുറച്ച് ഉടുപ്പും കുറെ വീട്ടു സാധനങ്ങളൊക്കെ ഉമ്മ. ജമാലിന് ഞാൻ കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു. അതിങ്ങനെ മേടിക്കോട്ടെന്ന് വിചാരിച്ചു. വേഗം അടുക്കളോട്ട് ചെല്ല്, സമയമായി നോമ്പോർക്കാൻ. ചെല്ലടാ. സോറേന്റെയും കുട്ടികളുടെയും മുഖം കാണാൻ വയ്യാണ്ടിരിക്കുകയായിരുന്നു. പടച്ചോൻ പപ്പേടനെ കാക്കും. എന്നോട് പടച്ചോന്റെ നിലപാട് എന്താണെന്ന് എനിക്കിതുവരെ വ്യക്തമായിട്ടില്ല. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന അഴിമതി എന്ന ദുരന്തം നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് വേണ്ടി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഇന്ന് കൃത്യം 3 മണിക്ക് അജന്ത ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സിംപോസിയം ബഹുമാനപ്പെട്ട മന്ത്രി വേളയിൽ ചാണ്ടി ഉദ്ഘാടനം ചെയ്യുന്നു. കള്ളപ്പണത്തിനെതിരെ, കരിഞ്ചന്തക്കെതിരെ വടവാൾ ഉയർത്തുന്ന വേളയിൽ ചാണ്ടി ഇന്ന് കൃത്യം 3 മണിക്ക് നഗരത്തിൽ എത്തിച്ചേരുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ വേളയിൽ ചാണ്ടി ഇപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. സുഹൃത്തുക്കളെ, ഈ വേളയിൽ അഴിമതിയെക്കുറിച്ചും കള്ളപ്പണത്തെ പറ്റിയും സംസാരിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഇംഗ്ലീഷുകാരനെ ഇവിടുന്ന് കെട്ടിച്ചു. പക്ഷേ ഞാൻ സംതൃപ്തനല്ല. ഞാൻ വിഭാവനം ചെയ്ത ഇന്ത്യ ഇതല്ല. രാഷ്ട്രീയത്തിൽ പിച്ച വെച്ച് നടന്ന കാലം മുതൽ എൻ്റെ മനസ്സിൽ ഞാൻ താലോലിച്ചിരുന്ന ഒരു കൊച്ചു സ്വപ്നമുണ്ടായിരുന്നു. പത്രക്കാർ പറയുന്നത് പോലെ മന്ത്രിയാവുക എന്ന മോഹമായിരുന്നില്ല അത്. ഈ നാട്ടിലെ അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഇന്ത്യയോട് ചില കടപ്പാടുകളുണ്ട്. അത് പൂർത്തീകരിക്കാൻ, കള്ളപ്പണവും അഴിമതിയും ഈ നാട്ടിൽ നിന്നും തുടച്ചു മാറ്റാൻ എന്റെ വിശുദ്ധമായ കരങ്ങൾക്ക് ശക്തി തരൂ. എന്റെ പൊന്നു ലൂസി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. നിങ്ങളൊക്കെ വന്നിട്ട് കുറെ നേരം ആയോ? ഇല്ല, സാറിന്ന് വരൂന്ന് അറിഞ്ഞപ്പോ പിന്നെ നന്നായി, വളരെ നന്നായി. സാറിനെ കാണാനും നിവേദനം തരാനും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ നിന്ന് കുറെ കൃഷിക്കാർ വന്നിട്ടുണ്ട്. അവരോട് നിവേദനങ്ങളൊക്കെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് എന്തെങ്കിലും കൃഷിക്കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ പറയൂ. ഓ ശരി. കൃഷിക്കാരെ കൊണ്ടുള്ളൊരു ശല്യം. ഇരിക്കൂ. എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? ഒരു ദിവസം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. ഇല്ലേ? പിന്നെ എന്തിനാ നാട്ടുകാർ ഈ മന്ത്രിസഭയെ കുറ്റപ്പെടുത്തുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. വേളയിൽ ചാണ്ടി അഴിമതിക്കാരനാണ്, കള്ളപ്പണക്കാരനാണ് എന്നൊക്കെയല്ലേ ആരോപണം. അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാ ഇന്ന് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത്. അതെന്തായാലും സാറിന്റെ ഇമേജ് വർദ്ധിപ്പിക്കും. ചെറ്റക്കുടിലിൽ ജനിച്ചവൻ ദന്തഗോപുരത്തിൽ എത്തിയത് എങ്ങനെയാന്നാ ചില പട്ടികളുടെ ചോദ്യം. സ്വന്തം പ്രയത്നം കൊണ്ട്. യേശുക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലല്ലേ? ഇന്ന് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെടുന്ന ആളാ. എങ്ങനെ ഇവിടം വരെ എത്തി? സ്വന്തം പ്രയത്നം കൊണ്ട്. കർത്താവ് വന്നിട്ടുണ്ട്. കർത്താവോ? അതെ, നമ്മുടെ ഗോപിനാഥൻ കർത്താവേ, ആ ഹോട്ടൽ മുതലാളി. ഔ, എന്റെ ജീവൻ പോയി. അയാളോട് തൊട്ട അപ്പുറത്തെ മുറി പോയി കുത്തിരിക്കാൻ പറ. ഓ, ഞങ്ങൾ എന്നാ താമസിപ്പിക്കുന്നില്ല. സ്പിരിറ്റിന്റെ ലൈസൻസ് ഇപ്രാവശ്യവും. നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ. എന്താ അത്? കൈക്കൂലിയല്ല, ഫണ്ടിലേക്ക്. ഇട്ടോളൂ, മേലേക്ക് മേലിട്ടോളൂ. ഇനി പൊക്കോളൂ. എല്ലാവരും ഉണ്ടല്ലോ. മിനിസ്റ്ററെ കണ്ടു കഴിഞ്ഞാ? കഴിഞ്ഞു. കൃഷ്ണേട്ടൻ എന്താ താമസിച്ചേ? ഞാൻ അല്പം തിരക്കിലായിരുന്നു. എന്താ രവി, മന്ത്രി എന്ത് പറഞ്ഞു? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. വന്നേ, ഒരു മിനിറ്റ്. രവി, ഇപ്രാവശ്യമെങ്കിലും വയനാട് റേഞ്ച് എനിക്ക് വിട്ടുതരണം. ലേലമല്ലേ, ആർക്ക് ശ്രമിച്ചു നോക്കാവുന്നല്ലേ ഉള്ളൂ.
വാ പോകാം. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ്? അകത്തുണ്ടല്ലോ. ഉണ്ട്. ഒന്ന് കാണട്ടെ. ആ ചെല. എത്രയുണ്ട്? 4. നമസ്കാരം. ഓ, താനായിരുന്നു. ഒന്ന് മുട്ടിട്ട് വന്നൂറു. അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. താ പുറത്തു പോയി നിൽക്ക്, അല്ലെങ്കിൽ വല്ലവരും കൊണ്ട് എഴുന്നള്ളും. ഓ, നാളെ തന്റെ മഞ്ഞപത്രത്തിൽ വരുവടോ, മന്ത്രി വേളയിൽ ചാണ്ടിയുടെ തലയിൽ നോട്ടുകൊണ്ട് അഭിഷേകം എന്നൊക്കെ. ഒന്ന് ചുമ്മാ ഇരു സാറേ. അങ്ങനെ വലുതും ഇന്നേ വരെ എന്റെ പത്രത്തിൽ വന്നിട്ടുണ്ടോ? അങ്ങനെ അങ്ങോട്ട് തീർത്ത് പറയാൻ പറ്റില്ല. താ എനിക്കെതിരായ ചില ഒളിയമ്പുകൾ വിട്ടതൊന്നും ഞാൻ അറിയാതിരുന്നിട്ടില്ല. അല്ല, ഇനി അഥവാ അങ്ങനെ വലുതും വന്നിട്ടുണ്ടെങ്കിൽ അത് വല്ല അച്ചടിപ്പശകായിരിക്കും. അങ്ങനെയുള്ള അച്ചടി പെശക ഈ പെശകെന്ന് പറയണത്. അത് വെച്ച് വലിയ കളി കളിക്കണ്ട. അതൊക്കെ പോട്ടെ, എങ്ങനെയുണ്ടോ തന്റെ പത്രത്തിന്റെ ഓട്ടം? 500 1000 അത് ഒരെണ്ണോ? അയ്യോ, 1,00,000 കവിയും. തുടങ്ങിയിട്ട് ഇന്ന് വരെയുള്ള കണക്കല്ല ഞാൻ ചോദിച്ചത്. ഓ, സാറിന്റെ ഒരു തമാശ. എടോ അമ്പലക്കള്ള, തനിക്ക് ബിൽഡിംഗ് പണിയുണ്ട്, അബ്കാരിയുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട്. പിന്നെ എന്തിനാടോ ഈ കടലാസിന്റെ വില പോലും കിട്ടാത്ത ഈ പത്രം കൊണ്ട് നടക്കുന്നത്? അതുള്ളത് കൊണ്ടാണല്ലോ സാറേ കഥയിൽ മുട്ടാതെ അകത്ത് കയറാൻ കഴിഞ്ഞത്. ആ ശരി ശരി, അതൊക്കെ പോട്ടെ. ഇപ്പൊ തന്റെ വരവിന്റെ ഉദ്ദേശം എന്താ? അത് പിന്നെ ഇതിൽ വെക്കല്ലേ, ഇത് എണ്ണിതാ. അവിടെ 1 2 3 4 5 അല്ലേ? ആ അത് പോട്ടെ. എടോ താൻ ഇന്നാളൊരു ബ്ലേഡിന്റെ കാര്യം പറഞ്ഞില്ലേ? ഫോറിൻ ബ്ലേഡിന്റെ അല്ലേ എന്റെ അളിയൻ ദുബായിന്ന് കൊണ്ടുവന്നത്? സാറിന് വേണോ? എന്തിനാ? കഴുത്തറുത്ത് ചാവാനാ? എടോ ബ്ലേഡ് കമ്പനി. ഓ, ദേവസ്യാന്റെ ബാങ്ക്. ഏത് ദേവസ്യേട്ടൻ? ഗോപുരം ചിറ്റ് ഫണ്ട്സിന്റെ ഉടമസ്ഥൻ, ഞങ്ങളുടെയൊക്കെ ദൈവം. ദൈവോ? അതെ, ലേലത്തിനൊക്കെ പോകുമ്പോ 10 20 ലക്ഷം മറക്കണമെങ്കിൽ അയാളെ ഉള്ളൂ. ചെവി അയാളുടെ ഇടപാടെങ്ങനെയാ വിശ്വസിക്കാവോ? ഭംഗി വാക്ക് പറയല്ല, എന്നേക്കാൾ വിശ്വസിക്കാം. താൻ അയാളെ ഒന്ന് വിളിച്ചു പറ, എനിക്ക് അയാളെ ഒന്ന് കാണണം. ഇപ്പൊ തന്നെ പറഞ്ഞേക്കാം. പേടിക്കാനൊന്നുമില്ലെന്നേ. ഇല്ലല്ലേ? ഇല്ല. വന്നു എന്നാ തോന്നണേ. കർത്താവെ, മാല വാങ്ങാൻ പോയ കുരിശനെ കാണാനല്ലോ. അപ്പാ ക്ഷമിക്കണട്ടാ, ആ വാതിൽ തുറന്നു കൊടുത്തേ. വാ. വളരെ പെട്ടെന്നായി പോയിട്ടാ. ഇത്തിരി മുമ്പ് അറിയിച്ചിരുന്നെങ്കിൽ താലിപ്പിലും കൂടി അറേഞ്ച് ചെയ്യായിരുന്നു. എന്നാ പിന്നെ ഒരു ചെണ്ടകൊട്ടി പരസ്യം കൂടി ആവായിരുന്നില്ലേ? ഒരു വെടിക്കെട്ടും 4 അമിട്ടും ആവായിരുന്നു. മിനിസ്റ്ററുടെ രഹസ്യ വരവല്ലേ ദിവസേട്ടാ, അതുകൊണ്ടല്ലേ വീട്ടിൽ വന്ന് കാണുന്നേ, അല്ലെങ്കിൽ ബാങ്കിൽ വരില്ലായിരുന്നോ? ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വന്നോളൂ. ഇരിക്കൂ, ഇരിക്കൂ. കൃഷ്ണ എന്റെ സ്വന്തം ആളാ. നിങ്ങളെ കുറിച്ച് വലിയ അഭിപ്രായം പറഞ്ഞപ്പോ നേരിട്ട് കണ്ടുകളയാന്ന് വിചാരിച്ചു. നമ്മുടെ മഹാഭാഗ്യം എന്നല്ലാണ്ട് എന്താ പറയാ. നിങ്ങളുടെ ഈ എന്താ അതിന്റെ പേര്? ഗോപുരം ചിറ്റ് ഫണ്ട്സ് എന്നാണ്. ആ, എന്നാ തുടങ്ങിയത്? 1115 അപ്പന്റെ അപ്പനായിട്ടാണ് കമ്പനി തുടങ്ങി. അന്ന് തൃശ്ശൂർ പേരൂർ കുറീസ് ക്ലിപ്റ്റ് എന്നായിരുന്നു പേര്. ആയിരിക്കണ അപ്പാപ്പന്, അതിന്റെ അടുത്തിരിക്കണ അപ്പന്, അപ്പനായിട്ടാണ് കമ്പനി വലുതാക്കിയേ. നമ്മളത് ഏറ്റെടുത്തപ്പോ കമ്പനിയുടെ പേര് മാറ്റി ഗോപുരം ചിറ്റ് ഫണ്ട്സ് എന്നാക്കി. അതേതായാലും നന്നായി. ഗോപുരം എന്ന് പറയുമ്പോ ഉയർച്ചയാണല്ലോ. പേര് മാറ്റിച്ചിട്ട് പാരമ്പര്യത്തിന് കുറവില്ലാട്ടാ. മറ്റുള്ള ബ്ലേഡ് കമ്പനികളൊക്കെ ഡും ഡുന്ന് പൊട്ടിപ്പോ. ഡും ഡുന്ന് പൊട്ടിപ്പോ. എവിടെ വീട്? വീട് തൃശ്ശൂരിന്. ഡും ഡുന്ന് പൊട്ടിപ്പോ ഈ ഗോപുരം ചിറ്റ് ഫണ്ട്സ് ആണ് പിടിച്ചു നിന്നേ. 24 അവേഴ്സിനുള്ള പൈസ മുഴുവൻ മടക്കി കൊടുക്കും ഡെപ്പോസിറ്റേഷൻ ഞാനൊരു പരസ്യം കൊടുത്തു. ഒറ്റെണ്ണം വന്നില്ല. എന്തുകൊണ്ടെന്ന് കാരണം എനിക്കറിയില്ല. സ്വിസ് ബാങ്കിനൊക്കെ വിശ്വാസം നമ്മുടെ കമ്പനി. സാറിനത് ബോധ്യാവും. എനിക്ക് ബോധ്യപ്പെട്ട തനിക്ക് നല്ലത്. അപ്പോ കാശിനി 3-4 മാസം കഴിഞ്ഞല്ലേ ആവശ്യം വരുള്ളൂ? അതെന്താ 3-4 മാസം കഴിഞ്ഞ് എന്റെ മക്കളുടെ കല്യാണം ഉണ്ടാ? അതല്ല, തെരഞ്ഞെടുപ്പിനുള്ള പണമൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് പിരിച്ചോളാം. എന്നും ഈ രാഷ്ട്രീയം കൊണ്ടുകൊടുക്കാൻ പറ്റുമോ? ഇതൊക്കെ പിൽക്കാലത്തേക്കുള്ളൊരു സുരക്ഷിതത്വം അത് വേണം. ആ പിന്നൊരു കാര്യം, എനിക്ക് തന്റെ ബാങ്കിൽ നിക്ഷേപം ഉണ്ടെന്നുള്ളത് ഞാനും താനും ഈ കൃഷ്ണനും മാത്രമേ അറിയാൻ പാടുള്ളൂ. 4ാമത് ഒരാൾ അറിഞ്ഞാൽ അയ്യോ, അത് പിന്നെ നമുക്ക് അറിഞ്ഞൂടെ. പിന്നെ ഇത് മാത്രം ആക്കണ്ടാട്ടാ. ഇനി നമ്പർ 2 ഉണ്ടെങ്കിൽ അത് സ്വന്തമാവണമെന്നില്ല. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരായാലും നമ്മുടെ അടുത്തേക്ക് അയക്കണട്ടാ.
അപ്പൊ എല്ലാം പറഞ്ഞു ഓ പോലെ ഓ. ഇതാരാ അവിടെ കൊണ്ടുവന്നേ? ആരാന്നറിയില്ല സാർ. ഞാൻ എത്തുന്നതിന് മുമ്പ് ഇവിടെ ആരോ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ട് പോയതാ. ഒന്നും മനസ്സിലാകുന്നില്ല. ഒരു ടവറും കുറെ രൂപയും. സാറേ ഇതിത്ര ആലോചിക്കാനൊന്നുമില്ല. 10-ാം തീയതി രാവിലെ സിറ്റിയിൽ ഏതെങ്കിലും ഒരു ടവർ ബോംബ് വെച്ച് തകർക്കുന്നു തന്നെ. അപ്പൊ നോട്ടിന്റെ ചിത്രോ? പിന്നെ പൈസ ചെലവാക്കാണ്ട് ബോംബ് കിട്ടുമോ? എത്ര പൈസയാലും സംഭവം നടത്തുന്നു തന്നെയാ. ഇതിപ്പോ ഏത് പോലീസുകാരനും മനസ്സിലാകുന്ന ഭാഷ അല്ലേ? എടോ, ഈ ടവറിന്റെ പടം ഉണ്ടെന്ന് കരുതി അത് ടവർ തന്നെ ആണെന്നുണ്ടോ? അക്കാര്യത്തിൽ ചതിവുണ്ടാവില്ല. ഈ കള്ളന്മാര് പൊതുവെ സത്യസന്ധരായിരിക്കും. ഇയാൾ എവിടുന്ന് വന്നത്? നിങ്ങൾ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്? ഈ ടവറിന്റെ പടം കണ്ട ഉടനെ ഗോപുരം ചിട്ടിയ ഫണ്ട്സ് ആണ് കള്ളൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ തോന്നി? സർ, ടവറുമായി നേരിട്ട് ബന്ധമുള്ള ഒരു കാര്യമാണെങ്കിൽ ഇങ്ങനൊരു സൂചന വരില്ലല്ലോ. എന്തുകൊണ്ട് തന്നുകൂടാ? ലൂസി പറയാറുള്ളത് പോലെ കോമൺ സെൻസ് ഇല്ലാത്തവരാണ് ഇവിടെ പലരും. ആ, ഒരു കാര്യം ചെയ്യും, സിറ്റിയിലുള്ള എല്ലാ ടവറുകൾക്കും ശക്തമായ പോലീസ് കാവൽ ഏർപ്പെടുത്തണം. സർ, പറയുന്നത് അനുസരിക്കാൻ പഠിക്കണം ആദ്യം. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ 2 പോലീസുകാരെ ആ ചിറ്റ് ഫണ്ട്സിന് മുമ്പ് നിർത്തിയേരെ. അതല്ല സർ. ഡോണ്ട് കൺഫ്യൂസ് മീ. ദേവസിയില്ലേ? ഏ ദേവസി എവിടുന്നാ? ഞാൻ കുറച്ചു മുമ്പ് ഫോൺ ചെയ്തിരുന്നു. റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ രാമകൃഷ്ണൻ. ആ, ഇവിടെ പറഞ്ഞിരുന്നു. വരൂ, ഇരിക്കൂ. നമസ്കാരം. നമസ്കാരം. ആ, നമസ്കാരം, നമസ്കാരം. ഇരുന്നോളൂ. നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണെങ്കിലും ധാരാളം കേട്ടിട്ടുണ്ട്. നമ്മളും കേട്ടിട്ടുണ്ടെന്നാ തോന്നണേ. റിട്ടയർ ചെയ്യുമ്പോ രാമസാർ എവിടെയായിരുന്നു? കണ്ണൂരായിരുന്നു. നമ്മുടെ മിനിസ്റ്റർ ചാണ്ടിച്ചനും ഞാനും പണ്ട് മുതലേ ക്ലോസ് ഫ്രണ്ട്സാ. മൂപ്പരോട് അടുക്കുന്നവരൊക്കെ ഫ്രണ്ട്സാണ്. എന്തൊരു ആത്മാർത്ഥയാണ്. ഓ ഓ, അപ്പോ മുഖവരില്ലാതെ കാര്യം പറയാം. ഫോണിലൂടെ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാ സംസാരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടാ നേരിട്ട് വന്നത്. നന്നായി, വളരെ നന്നായി. എല്ലാ കാര്യങ്ങളും മിനിസ്റ്റർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ ഒറ്റ ഉറപ്പിലാ എന്റെ പണം നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നത്. അപ്പോഴേ ആ ഇരിക്കണ അപ്പന്, അതിന്റെ അടുത്തിരിക്കണ അപ്പന്റെ അപ്പനായിട്ടാണ് ഈ സ്ഥാപനം തുടങ്ങി. അപ്പനായിട്ട് അതിനെ വളർത്തി, നമ്മളായിട്ട് അതിനെ ഒന്നും കൂടി വളർത്തി. കർത്താവിന്റെ കാരുണ്യം കൊണ്ട് ഈ നാട്ടിൽ സാധാരണക്കാർക്ക് ദാരിദ്ര്യം ഉള്ളിടത്തോളം കാലം നമുക്കൊരു കുഴപ്പമില്ല. വിശ്വസിക്കാം, കണ്ണടച്ച് വിശ്വസിക്കാം. എന്നാ പണവുമായി ഞാൻ നാളെ രാവിലെ ഓഫീസിലേക്ക് വരാം. റോസിയെ, രാമൻ സാറ് ചായ എടുത്തോ? സാരമില്ല, ചായ കുടിച്ചോ. നമുക്കൊരു ഭാര്യയുണ്ട്, നല്ല അസല് പോത്തണ്. ആ, മിനിസ്റ്ററെ വിളിക്കുകയാണെങ്കിൽ നമ്മുടെ വകയായിട്ട് സ്പെഷ്യൽ നന്ദി കൂടെ പറഞ്ഞോളൂ. ദേവസി പറഞ്ഞാ പിന്നെ പറയാതിരിക്കാൻ പറ്റുമോ? നല്ല കാര്യായി. ഈ പോലീസുകാർക്ക് വേറെ പണിയില്ല. ബാങ്ക് കൊള്ളടിക്കാൻ പോണ്ട് പറഞ്ഞിട്ട് കാലത്ത് തൊട്ട് നിൽക്കണം. പൂമക്കത്ത് കിട്ടിണ്ടത്രേ. നമ്മളിത് എത്ര കണ്ടതാണ്. വിമാനത്തിലും തീവണ്ടിയിലൊക്കെ ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മനുഷ്യന്മാരെ പേടിപ്പിക്കാറുണ്ടല്ലോ. എന്നിട്ട് ഓലപ്പട കൂടി പൊട്ടുന്നില്ല. എന്റെ സംശയം അതല്ല ദേവസ്വം. എന്തുകൊണ്ട്? ആ ഇൻസ്പെക്ടർക്ക് 2 എല്ല് കൂടുതലാ. ഇവിടെ പലരും വരുന്ന സ്ഥലമല്ലേ, അവരാരൊക്കെയാണെന്ന് അറിയാനുള്ള വേലയായിരിക്കും. അതായുള്ള മനസ്സിലിരിക്കുള്ളൂ. എന്നാലും അത്താഴം മുടക്കാൻ നീർക്കോലി പോരെ. അത്താഴം മുടക്കാൻ അങ്ങോട്ട് വരട്ടെ. എടോ, ഈ കേരളം എന്ന് പറഞ്ഞത് ഈ സിറ്റിയിൽ മാത്രം ഒതുങ്ങണമല്ല. ഇവിടെ ഉള്ളവരുടെയൊക്കെ ഹെഡ് ഓഫീസ് തെക്കാണ്. അവിടെ ഉണ്ട് ദേവസ്വക്കുട്ടിക്ക് ഇഷ്ടം പോലെ സേവകന്മാര്. ആനയെ പേടിച്ചിട്ടില്ല, പിന്നെയാണ് ആനപ്പിണ്ടം. അതൊക്കെ ചേട്ടന്റെ കാര്യം. പിന്നെ ഇന്ന് രാത്രി ഞാൻ കണ്ണൂർക്ക് പോകും. നാളെ അവിടെ ലേലമാ. പണത്തിന് എന്തെങ്കിലും ആവശ്യം വന്നാ ബാക്കി പറയണ്ട. എടോ, തന്നെ ഇതുവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാ? അതില്ല, എങ്കിലും കരുതിയിലും കൂടുതൽ വരാൻ സാധ്യതയുണ്ട്. ആ അമ്പലക്കാടൻ എന്നെ അബ്കാരി രംഗത്ത് തന്നെ തട്ടാൻ നോക്കിയിരിക്കുക. അതൊന്നും ഇല്ലാന്നേ. അമ്പലക്കാടിന്റെ വഴി, രവിക്ക് രവിയുടെ വഴി, അത്രേ ഉള്ളൂ. ഉദാഹരണമോ അത് വലിയ ശല്യായില്ലോ നേരം വിളിച്ചപ്പോ. ഹലോ, ഞാൻ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചുറ്റും പോലീസൊക്കെ നിൽക്കുന്നുണ്ടല്ലോ. ഈ പോലീസുകാർക്ക് വട്ടാണ്. സാർ അതൊന്നും നോക്കണ്ട, അങ്ങോട്ട് പോന്നോളോ. അല്ല, പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ആവാം. ഒരു പ്രശ്നമില്ലെന്നേ. ഓരോ കാര്യത്തിനും ഓരോ സമയമുണ്ട്. അത് അപ്പനായിട്ട് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ ചെയ്യേണ്ടത് ഇപ്പോ, പിന്നെ ചെയ്യേണ്ടത് പിന്നെ. ആ, ശരിയാ.
വളരെ ശരിയാ, ഞാനിപ്പോ എത്താം. എന്താ ഇൻസ്പെക്ടർ സാറേ, ദേവസ്വം ബാങ്കിന്റെ പോയി പോലീസും പട്ടാളമൊക്കെ? നിങ്ങളാരാ? റിട്ടയർഡ് സൂപ്രണ്ടിങ് എഞ്ചിനീയർ രാമൻ സാറേ, ഇങ്ങോട്ട് പോന്നോളോ. സാറ് നമ്മുടെ സ്വന്തം ആളാണ്, പേടിക്കാനൊന്നുമില്ല. ഇങ്ങോട്ട് പോന്നോളൂ. ചെല്ലട്ടെ. വന്നോളൂ വന്നോളൂന്നേ. ഇവറ്റകളെ കൊണ്ട് തോറ്റൂന്നേ. കാലത്ത് തൊട്ട് വന്ന് നിൽക്കണം നിപ്പാണ്. ഈ പോലീസിന് ഇത്ര ബുദ്ധിയില്ലേ? ബുദ്ധിയില്ലാത്തോണ്ടല്ല, ചിലപ്പോ അവരുടെ കണക്കൂട്ടില് തെറ്റും. അതാണ് അതാണ്. വന്നോളൂ. എല്ലാം നമ്പർ 20 ആണല്ലോ. അതെ, ഇവിടത്തെ ഒരു പതിവിന്റെ എല്ലാ മാസവും 1-ാം തീയതിയാണ്. അറിയാം, ഒക്കെ മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്. ആ പെട്ടി തിരിച്ചു വേണം. അതിനെന്താണ്, ഈ ക്യാഷിന്റെ കാര്യമൊക്കെ നമ്മൾ തന്നെ കൈകാര്യം ചെയ്യുക. അപ്പനുള്ള കാലത്ത് തന്നെ അങ്ങനെയാണ്. സ്റ്റാഫിനും കൂടി ഡീറ്റെയിൽസ് കൊടുക്കില്ല. അതുകൊണ്ടാണ് ഇത്ര സേഫേ. ഇരിക്കോട്ടോ. ഒരുപാട് പേര് ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുമ്പോൾ ഇവിടെ ഇത്രയും കള്ളപ്പണം പൂഴ്ത്തി വയ്ക്കുന്നത് തെറ്റല്ലേ ദേവസി? ആ പണമൊക്കെ പെട്ടിലാക്കിക്കോളൂ, ആവശ്യക്കാർ ഉപകരിക്കട്ടെ. പുറത്ത് പോലീസ് ഉണ്ടെന്ന് വിചാരിച്ച് ബഹളം വയ്ക്കാൻ നിന്നാ നഷ്ടം എനിക്കല്ല, തനിക്കാ. ഇതിനകത്തുള്ളത് ഈ നാട്ടിലെ പല പ്രമുഖരുടെയും കള്ളപ്പണമാണ്. ഇത് എവിടെ നിന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ ചോദ്യം വന്നാൽ ഉത്തരം പറയാൻ ദേവസ്വം വിഷമിക്കും. അതുകൊണ്ട് ആലോചിച്ച് തീരുമാനമുള്ളൂ. ദാ ഇതിവിടെ ഇരിക്കട്ടെ, ഒരു ധൈര്യത്തിന്. കുട്ടികളില്ലേ വീട്ടില്, കളിക്കാൻ കൊടുക്കാം. കളിത്തോക്ക പോട്ടെ. സാറേ, പോലീസുകാരുടെ ഓരോ കഷ്ടപ്പാടേ. താങ്ക് യു ഇൻസ്പെക്ടർ. ഈ കാർ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുത്തതാണ്. ഇത് അവിടെ തന്നെ എത്തിച്ച ഉപകാരം. നവദമ്പതികളെ, ചുരുങ്ങിയ സമയം കൊണ്ടാണെങ്കിലും ഇവിടെ സംഘടിപ്പിച്ച ഈ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു, സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നൊരു പഴമൊഴിയുണ്ട്. അത് കുറെ മൂഢന്മാരെ ഏറ്റുപാടാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. സ്വർഗത്തിൽ വെച്ചല്ല നടക്കുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഈ കാണുന്ന യുവമിഥുനങ്ങൾ. ഞാൻ ഇതിന്റെ സംഘാടകരോട് അന്വേഷിച്ചു, ആരാണ് ഈ യുവമിഥുനങ്ങൾക്ക് സ്വർണ്ണാഭരണങ്ങളും പുടവകളും സംഭാവന നൽകിയതെന്ന്. കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞു. സ്വന്തം പേര് പോലും പുറത്തു പറയാൻ ആഗ്രഹിക്കാത്ത
ഒരു മനുഷ്യ സ്നേഹി, ക്രിസ്തുദേവനെ പോലെ, കൃഷ്ണ ഭഗവാനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ആദർശശാലിയായ കേവലം ഒരു നിസ്സാര മനുഷ്യൻ. അജ്ഞാതനായ ആ സുഹൃത്തിന് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട്, ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സമൂഹ വിവാഹം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം സർ. നമസ്കാരം സാർ. സാറിന് തരാൻ വേണ്ടി ഇപ്പൊ ഒരാൾ കൊണ്ട് തന്നാ. ഇത് ബോംബൊന്നും അല്ലല്ലോ. ക്രിസ്തുദേവനെ പോലെ, കൃഷ്ണ ഭഗവാനെ പോലെ, മുഹമ്മദ് നബിയെ പോലെ ആദർശശാലിയായ കേവലം ഒരു നിസ്സാര മനുഷ്യൻ. അജ്ഞാതനായ ആ സുഹൃത്തിന് ആയുസ്സും ആരോഗ്യവും നേർന്നുകൊണ്ട്, ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ സമൂഹ വിവാഹം ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മന്ത്രി, നിങ്ങൾ ആയുസ്സും ആരോഗ്യം നേർന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. നിങ്ങൾ പുകഴ്ത്തിയതും നമസ്കരിച്ചതും നിങ്ങളെ തന്നെയാണ്. നിങ്ങൾ ഗോപുരം ചിട്ടി ഫണ്ട്സിൽ നിക്ഷേപിച്ച കള്ളപ്പണം എടുത്താണ് ആ സമൂഹ വിവാഹത്തിന് സംഭാവന നൽകിയത്. കള്ളപ്പണത്തിനെതിരെ വാതോരാതെ പ്രസംഗിക്കുന്നതല്ലയോ മന്ത്രി? നിങ്ങൾക്ക് സന്തോഷിക്കാം. നിങ്ങളുടെ പണം കുറെ പേർക്ക് ജീവിതം നൽകിയെന്ന്. എനിക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി വേണം. താൻ ആദ്യം സമാധാനിക്കടോ. എത്ര വെള്ളം കുടിച്ചു കൂട്ടുന്നേ? എങ്ങനെ സമാധാനിക്കാന്ന്? അപ്പന അപ്പാപ്പന്മാരായിട്ട് ഉണ്ടാക്കിയ പേര് നമ്മൾ കളഞ്ഞില്ലേ? എന്നാലും തനിക്കിങ്ങനെ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞാ ഇപ്പൊ നമ്മള് 2 ആളിങ്ങനെ നിക്കണു. നെയ്യെ എന്റെ പിന്നിൽ കൂടെ വന്നിട്ട് എന്റെ തല കൊയ്യെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? അവനെ കണ്ടാൽ തോന്നില്ലെന്നേ. ആ നോട്ടം, ആ ഭാവം, ആ സംസാരം നല്ല സ്റ്റൈലിന്ന് ബാങ്കിന്റെ മുമ്പിൽ വെച്ചിട്ട് ആ സർക്കിൾ ഇൻസ്പെക്ടർ തടഞ്ഞു. നമ്മള് 2 കൈ നീട്ടി കൊണ്ടുവരണ്ടായി. ആ സർക്കിളിന് ഒതുക്കാൻ എന്തായാലും ഇത് ഉപകരിക്കും. ഈ സംഭവം വെച്ചുകൊണ്ട് ഞാൻ അയാളൊരു പാഠം പഠിപ്പിക്കും. വെള്ളം, എനിക്ക് 2 ഗ്ലാസ് വെള്ളം കൂടി വേണം.